പ്രൈവസി ത്രെഡ്സ് ഇൻ ഡിജിറ്റൽ ഏജ്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെ ത്രെഡ്സുകളാണ് നമ്മൾ ഫേസ് ചെയ്യണം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കുക്കി ട്രാക്കിംഗ്. കുക്കീസ് യൂസ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസിംഗ് ഹിസ്റ്ററി മുഴുവൻ ട്രാക്ക് ചെയ്യും. ഓക്കെ, നമ്മൾ ചില വെബ്സൈറ്റുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും കുക്കീസ് ഇൻസ്റ്റാൾ ചെയ്യട്ടെ, അല്ലെങ്കിൽ എഗ്രി കുക്കീസ് ടു ആക്സസ് ഓൾ യുവർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓരോ മെസ്സേജുകൾ വരാറുണ്ട്. നമ്മൾ അറിയാതെ തന്നെ അതിന് എഗ്രി കൊടുക്കണം. അതായത് നമ്മൾ ആ ഒരു വെബ്സൈറ്റിലൂടെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബ്രൗസറിലൂടെ എന്തൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്നുവോ അതെല്ലാം ഈ കമ്പനിക്ക് എടുക്കാൻ കഴിയും. ഓക്കെ, അടുത്തൊരെണ്ണമാണ് ഡാറ്റ ബ്രോക്കേഴ്സ്. ഡാറ്റ ബ്രോക്കേഴ്സ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പേഴ്സണൽ പ്രൊഫൈൽസ് ഒക്കെ സെല് ചെയ്യുക. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡാറ്റ ബ്രോക്കേഴ്സ് എന്ന് പറയാം. ഫിഷിംഗ് എന്ന് പറയുമ്പോൾ സ്റ്റീൽ ക്രെഡൻഷ്യൽസ്. ഓക്കെ, നമ്മളെപ്പോലെ തോന്നിക്കുന്ന നമ്മളുടെ രൂപത്തിൽ അവർ മറ്റുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിന് ഫിഷിംഗ് എന്ന് പറയാം. ലൊക്കേഷൻ ട്രാക്കിംഗ് എന്ന് പറയുന്നത് GPS ഡാറ്റ ലീക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് ആ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ലൊക്കേഷൻ ട്രാക്കിംഗ് എന്ന് പറയാം. നമുക്ക് ആ പേര് പോലെ തന്നെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ. ദെൻ ബിഗ് ഡാറ്റ അനലിറ്റിക്സ്, ഇത് പ്രൊഫൈലിങ്. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, അതായത് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലോ മറ്റു സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൂടെ നമ്മുടെ ഡാറ്റാസൊക്കെ അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിനാണ് ബിഗ് ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ വെബ് ബഗ്സ് ഓർ ബെക്കോൺസ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആയിട്ടുള്ള ട്രാക്കേഴ്സ്. നമുക്ക് ട്രാക്കേഴ്സ് ആരാണെന്ന് അറിയില്ല, അങ്ങനെയുള്ളതിന് നമ്മൾ വെബ് ബഗ്സ് എന്നാണ് പറയുക. അത് നെക്സ്റ്റ് ഈസ് സ്പൈവെയർ, കൺവേർട്ട് ഡാറ്റ കളക്ഷൻസ്. ഇപ്പോൾ സ്പൈവെയർ നമ്മൾ കേട്ടിട്ടില്ലേ, സ്പൈവെയർ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ ഫോണിൽ നമ്മൾ അറിയാതെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത ഒരു ആപ്പിലൂടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഡാറ്റ എല്ലാം കൺവേർട്ട് ചെയ്ത് അവർ ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ സ്പൈവെയർ എന്ന് പറയുക. നെക്സ്റ്റ് ഈസ് അബൌട്ട് സോഷ്യൽ മീഡിയ മൈനിങ്. സോഷ്യൽ മീഡിയ മൈനിങ്ങിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അനലൈസ് പോസ്റ്റ് ഓർ ലൈക്സ്. ഇപ്പം നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോസ്റ്റിനൊക്കെ നല്ല റീച്ച് കിട്ടണം. അപ്പോൾ ഇങ്ങനെ കീവേഡ്സ് എല്ലാം യൂസ് ചെയ്യും, അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഹാഷ്ടാഗുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം നമ്മുടെ റീൽസിനൊക്കെ റീച്ച് കിട്ടും, നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ മൈനിങ് എന്ന് പറയുക. അപ്പോൾ ഏറ്റവും കൂടുതൽ റീച്ചുള്ള പോസ്റ്റിലൊക്കെ പോയിട്ട് അവർ ഉപയോഗിക്കുന്ന കീവേഡും ഹാഷ്ടാഗും എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് റീച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ മറ്റൊരാളുടെ അറിവോടുകൂടി അല്ലാതെ തന്നെ ഈ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സോഷ്യൽ മീഡിയ മൈനിങ് എന്ന് പറയാം. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ. ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ എന്ന് പറയുമ്പോൾ CCTVയിലൂടെ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുന്നതിന് നമ്മൾ ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ എന്ന് പറയാം. ഡാറ്റ ബ്രഞ്ചസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അൺഓതറൈസ്ഡ് ആക്സസിനെയാണ് നമ്മൾ ഡാറ്റ ബ്രഞ്ചസ് എന്ന് പറയുക. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള ടേംസ്. അപ്പോൾ ഈ ടേംസ് ഒക്കെ പഠിക്കാം. ദെൻ നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇന്ത്യൻ പ്രൈവസി ആൻഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ ലോസ്. ഓക്കെ, ഈ ലോകളെല്ലാം ഇതിൻ്റെ പേരുകളെല്ലാം പഠിക്കാം. എന്തൊക്കെ ലോ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട്, ദാറ്റ് ഈസ് DPDP ആക്ട് ഇൻ 2023. പേര് പറയുന്ന പോലെ തന്നെ എന്തായിരിക്കും, പേഴ്സണൽ ഡാറ്റയെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ലോ ആണിത്. ഓക്കെ, ദെൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തിനാണ്, ഒരു ഇലക്ട്രോണിക് റെക്കോർഡ്സ് അല്ലെങ്കിൽ സൈബർ ഒഫൻസ്, ഡാറ്റ റിലേറ്റഡ് പ്രൊട്ടക്ഷൻ, ഇതിനെല്ലാം ഒരു ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലാണ് ഇതെല്ലാം വരുന്നത്. ദെൻ IT റൂൾസ് 2011. അപ്പോൾ ഓരോ ഇതിൻ്റെ ഇയേഴ്സും ശ്രദ്ധിക്കണം കേട്ടോ. IT റൂൾസ് 2011 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണൽ ഡാറ്റയ്ക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു ആക്ടിലാണ്. നെക്സ്റ്റ് ആധാർ ആക്ട് 2016. ആധാർ ആക്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലേറ്റ്സ് ദ ആധാർ എൻറോൾമെൻറ്റ്, ഓതൻറ്റിക്കേഷൻ, യൂസ് ഓഫ് ആധാർ ഇൻഫർമേഷൻസ്, ഈ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ആധാർ ആക്ടിലാണ്. 2016 അത് കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. അപ്പോൾ ഇതെന്താണ്, ബേസിക്കലി കൺസ്യൂമറിൻ്റെ ആവശ്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ആക്ട് പ്രകാരമാണ്. ഓക്കെ, അപ്പോൾ ഈ ആക്ടുകളും അതിൻ്റെ പേരുകളും പഠിക്കാം. നെക്സ്റ്റ് ഇതേപോലെ തന്നെ പ്രൈവസി റൈറ്റ്സ് ആൻഡ് ലോസ് വേറെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരേ കാര്യം 1-2 തവണ റിപ്പീറ്റ് ചെയ്തൊന്നും കരുതണ്ട. മാക്സിമം ഇൻഫർമേഷൻസ് ഞാൻ ഷോർട്ട് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. PII നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, പേഴ്സണൽ ഐഡൻറ്റിഫയബിൾ ഇൻഫർമേഷൻ ദാറ്റ് ക്യാൻ ഐഡൻറ്റിഫൈ എ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും ആധാർ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ്, ബയോമെട്രിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ PIIൻ്റെ കീഴിലാണ് വരിക. ഓക്കെ, റൈറ്റ് ടു ബി ഫോർഗട്ടൺ. അപ്പോൾ റൈറ്റ് ടു ബി ഫോർഗട്ടൺ എന്ന് പറയുമ്പോൾ റൈറ്റ് ഇൻ ആപ്ലിക്കബിൾ ലീഗൽ കോണ്ടെക്സ്റ്റ് ടു റിക്വസ്റ്റ് ഡിലീഷൻ ഓർ റിമൂവൽ ഓഫ് എ പേഴ്സണൽ ഡാറ്റ. ഇപ്പോൾ നമ്മൾ സ്വകാര്യ വ്യക്തി എന്തെങ്കിലും ഒരു പേഴ്സണലായിട്ടുള്ള ഫോട്ടോസോ മറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്, അതെല്ലാം നമുക്ക് അവരൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ലീക്കായി കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അതാണ് റൈറ്റ് ടു ബി ഫോർഗട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രോങ്ലി അസോസിയേറ്റഡ് വിത്ത്
GDPR എന്ന് പറയുമ്പോൾ ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത് ആയിട്ട് കണക്റ്റഡ് ആണ് ഇത്. ദെൻ ഓപ്റ്റിൻ, ദി യൂസർ മസ്റ്റ് ആക്റ്റീവ്ലി പ്രൊവൈഡ് കോൺസെൻറ്റ് ബിഫോർ പാർട്ടിസിപ്പേഷൻ ഓർ ഡാറ്റ പ്രോസസ്സിംഗ്. അപ്പോൾ ഇത് ഓൾറെഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ യൂസർ അവരൊരു കൺസെൻറ്റ് ഇല്ലാതെ നമുക്ക് വേറെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യൂസറിൻ്റെ കൺസെൻറ്റ് ആ ഒരു ഡാറ്റ പ്രോസസ്സിങ്ങിലോ അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ നമുക്ക് ഷെയർ ചെയ്യണമെങ്കിലോ നമുക്ക് യൂസറിൻ്റെ കൺസെൻറ്റോട് കൂടി മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഓപ്റ്റിൻ. അപ്പോൾ അയാളുടെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡാറ്റ എങ്ങനെ വേണമെങ്കിലും പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് പ്രൈവസിക്ക് വേണ്ടിയിട്ട് കിട്ടുന്ന ഒരു അവകാശമാണ്. ഓക്കെ, നമുക്കവിടെ നമ്മൾ അത് ഓക്കെ ആണെങ്കിൽ മാത്രം അത് നമ്മുടെ ഡാറ്റാസ് പുറത്ത് കൊടുത്താൽ മതി. ഓപ്റ്റ് ഔട്ട് എന്ന് പറയുന്നത് the user is generally included unless they take action to withdraw. യൂസർ അതിനകത്ത് ഉണ്ട്, നമുക്ക് എപ്പോഴെങ്കിലും നമുക്കത് വിഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കതിന് യൂസറിൻ്റെ ആവശ്യപ്രകാരം നമുക്കത് വിഡ്രോ ചെയ്തിട്ട് ആ ഡാറ്റ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ പ്രൈവസി ബൈ ഡിസൈൻ. പ്രൈവസി ബൈ ഡിസൈൻ എന്ന് പറയുന്നത് ഫ്രം ദ ബിഗിനിങ് തന്നെ, ഓക്കെ, ബിഗിനിങ് തന്നെ നമുക്ക് പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലാതെ അതിനെന്തെങ്കിലും ഒരു ത്രെട്ട് സംഭവിച്ചതിന് ശേഷം പ്രൈവസി കൊടുക്കുക എന്നുള്ളതല്ല. ആ ഒരു നമ്മളിപ്പോൾ എന്താണ് ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിങ് ഫേസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് പ്രൈവസി നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് പ്രൈവസി ബൈ ഡിസൈൻ. ദെൻ DPDP ആക്ട് 2023, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഡാറ്റ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള ഒരു ഫ്രെയിം വർക്കാണ് ഈ DPDP ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. GDPR എന്ന് പറയുന്നത് ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ ഓഫ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് 2018 കൊണ്ടുവന്നതാണ്. ഫ്രീ സ്പീച്ച് ഓൺലൈൻ എന്ന് പറയുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പറയാനുള്ള അവകാശം കൊണ്ടുവന്ന ഒരു റൈറ്റാണ് ഈ ഫ്രീ സ്പീച്ച് ഓൺലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ അത് മറ്റുള്ളവർക്ക് ഒരു ഹാംലെസ് ഇല്ലാത്ത രീതിയിലായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു പ്രശ്നം. ഓക്കെ, അടുത്തത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. ഇതിൽ കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കോപ്പിറൈറ്റ്, പാറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, ട്രേഡ് സീക്രട്ട്. ഓക്കെ, കോപ്പിറൈറ്റ് എല്ലാവർക്കും അറിയാം. ഒറിജിനലായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കോപ്പി റൈറ്റ് എന്ന് പറയും. ഇതിന് കോപ്പിറൈറ്റ് പ്രധാനമായിട്ടും ബുക്സിനും മ്യൂസിക്കിനും ഫിലിപ്സിനും സോഫ്റ്റ്വെയർ കോഡിനൊക്കെയാണ് ഉപയോഗിക്കുക. ഓക്കെ, ദെൻ പാറ്റൻറ്റ്. പാറ്റൻറ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻവെൻഷൻ ഉണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് പാറ്റൻറ്റ്. എന്തെങ്കിലും ഒരു മിഷനറി നമ്മൾ കണ്ടുപിടിച്ചു, അതിൻ്റെ കംപ്ലീറ്റ് റൈറ്റ്സ് നമുക്കാണ്, അതിൻ്റെ ഒരു കോപ്പി എടുക്കാൻ പാടില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ പാറ്റൻറ്റ് എന്ന് പറയുക. ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ബ്രാൻഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ഒരു പേരിൽ നമുക്ക് ഒരു കമ്പനിയെ പാടുള്ളൂ അല്ലേ, ആ ബ്രാൻഡും ആ ലോഗോയും ആ സിമ്പലൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡ് മാർക്ക് ഉപയോഗിക്കുന്നത്. ദെൻ ട്രേഡ് സീക്രട്ട്. ട്രേഡ് സീക്രട്ട് ആണ് ഒരു ബിസിനസ്സിൻ്റെ ബേസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവും, കൊമേഴ്ഷ്യൽ വാല്യൂ വളരെ അധികമായിട്ടുള്ള കാര്യങ്ങളുള്ളത്. അപ്പോൾ ആ ഒരു ഫോർമുല അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് സ്ട്രാറ്റജിയെ നമുക്ക് ട്രേഡ് സീക്രട്ട് എന്നാണ് പറയുക. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊക്കക്കോളയാണ്, ആ കൊക്കക്കോളയുടെ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് ആ ഒരു കമ്പനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതിപ്പോൾ ഒരു പെപ്സിക്ക് ആ കൊക്കക്കോളയുടെ അതേ ടേസ്റ്റ് ഒരു പെപ്സിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കമ്പനികൾക്കും അതിൻ്റേതായിട്ടുള്ള ട്രേഡ് സീക്രട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് സോഫ്റ്റ്വെയർ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ നമുക്കറിയാം ഫ്രീ ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ് ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രമല്ല ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസും എല്ലാം. So software distributed under a license that permits specific use, modification and redistribution of the source code. നമുക്ക് അതിൻ്റെ സോഴ്സ് കോഡ് അടക്കം എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. GPL, MIT, ആപ്ചെ എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെയാണ് അതിനൊരു എക്സാമ്പിളായിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ ലിനക്സ് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ വിൻഡോസ് അങ്ങനെയല്ല, നമുക്ക് പർച്ചേസ് ചെയ്യണം, പൈസ കൊടുക്കണം. ഓക്കെ, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നും ചെയ്യേണ്ട, ഫ്രീ ആയിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. നെക്സ്റ്റ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ കൺട്രോൾ ബൈ ആൻ ഓണർ. അതിന് ഒരു ഓണർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ സോഴ്സ് കോഡും മറ്റു കാര്യങ്ങളും വളരെയധികം റെസ്ട്രിക്ഷൻ ആയിട്ട് തന്നെ ഉണ്ടാവും. ഓക്കെ, അതാണ് മൈക്രോസോഫ്റ്റ്. ഓക്കെ, അവരുടെ കൺട്രോൾ നമ്മൾ ലൈസൻസ് എടുത്താൽ മാത്രമേ നമുക്ക് വിൻഡോസ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ അഡോബ് സോഫ്റ്റ്വെയർ അങ്ങനെയുള്ളതൊക്കെ. ദെൻ സോഫ്റ്റ്വെയർ പൈറസി. സോഫ്റ്റ്വെയർ പൈറസി എന്ന് പറയുമ്പോൾ നമുക്ക് കോപ്പി എടുക്കുക. നമ്മളിപ്പം മൈക്രോസോഫ്റ്റ് വിൻഡോസ് OSൻ്റെ ഒക്കെ കോപ്പികൾ കണ്ടിട്ടില്ലേ, ഒറിജിനൽ അല്ലാതെ. അപ്പോൾ ഈ അൺഓതറൈസ്ഡ് കോപ്പിങ്ങിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ പ്രൈവസി എന്ന് പറയാം. യൂസ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ കോപ്പി റൈറ്റഡ് സോഫ്റ്റ്വെയർ. ഓക്കെ, ക്രാക്ക്ഡ് വേർഷൻ കിട്ടുന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതന്നെ. ഇനി IT ആക്ട് 2000. IT ആക്ട് 2000 ഞാനിത് തേർഡ് ടൈമാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് ബേസിക്കലി ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് റെക്കോർഡ്സിനും ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിനും
മറ്റെല്ലാം ലീഗലായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നതാണ് IT ആക്ട്. അപ്പോൾ ഇത് മൂലം നമുക്ക് സൈബർ ഒഫൻസും ഇലക്ട്രോണിക് റെക്കോർഡ്സ് ഇ-കൊമേഴ്സിലൊക്കെ വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ 3 തവണയും കൊടുത്ത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. IT ആക്ട് ഒത്തിരി തവണ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, സോഫ്റ്റ്വെയർ ബഗ്ഗുകൾ. അതായത് സോഫ്റ്റ്വെയറിനകത്ത് വരുന്ന എന്തെങ്കിലും ഒരു ഹാംഫുൾ ആയിട്ടുള്ള റിസൾട്ടുകളെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ബഗ്ഗുകൾ എന്ന് പറയുക. ഓക്കെ, ഈ ടേംസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. പ്രൊഡക്റ്റ് ലയബിലിറ്റി. പ്രൊഡക്റ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ലീഗൽ റെസ്പോൺസിബിലിറ്റി ടു ഹാം കോസ്ഡ് ബൈ എ ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് സബ്ജക്റ്റ് ടു ആപ്ലിക്കബിൾ ലോ. എന്തെങ്കിലും ഇപ്പോൾ നമുക്കൊരു സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഓക്കെ, അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ലീഗൽ സപ്പോർട്ടുള്ളത് ഈ പ്രോഡക്റ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുള്ളത് കൊണ്ടാണ്. ഓക്കെ, ദെൻ നെഗ്ലിജൻസ്. നെഗ്ലിജൻസ് എന്ന് പറയുമ്പോൾ ഫെയിലിയർ ടു ടേക്ക് റെസ്പോൺസിബിൾ കെയർ റിസൾട്ടിങ് ഇൻ എ ഹാം ഓർ ലോസ്. അതായത് എന്തെങ്കിലും ഇപ്പോൾ ഒരു സെക്യൂരിറ്റി വൾണറബിലിറ്റി അതിനകത്ത് നടന്നു, എന്തെങ്കിലും ഒരു ഹാക്കിങ്ങോ മറ്റോ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ശ്രദ്ധിക്കാതെ വിടില്ലേ. അപ്പോൾ അത് കാരണം നമുക്ക് വമ്പൻ നഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ പറയുന്ന ടേമാണ് ഈ നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. ഇനി ISO 9001 ഇത് എന്താണ്? ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം. ക്വാളിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും മറ്റും സഹായിക്കുന്നത്. ദെൻ ISO ഓർ IEC 25010. ഇതും അതുപോലെ തന്നെയാണ് സോഫ്റ്റ്വെയർ ഓർ സിസ്റ്റം ക്വാളിറ്റി മോഡൽ ഡിഫൈനിങ് ദ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അതായത് ആ സോഫ്റ്റ്വെയർ ക്വാളിറ്റിയെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ടേമാണ് ഈ ISO എന്ന് പറയുന്നത്. ദെൻ CMM ഓർ CMMI. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു മോഡലാണ്. ആ ഓർഗനൈസേഷൻ്റെ ക്വാളിറ്റി എല്ലാം ആക്സസ് ചെയ്യാനും മറ്റുമൊക്കെ ഹെൽപ്ഫുൾ ആക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയറിൻ്റെ പ്രോസസ്സിനെ ഇമ്പ്രൂവ് ചെയ്യാനും മറ്റുമൊക്കെ നമ്മൾ CMM യൂസ് ചെയ്തിട്ടാണ് ആക്സസ് ചെയ്യുക. നെക്സ്റ്റ്, ഡ്യൂ ഡിലിജൻസ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും റിസ്കുകളൊക്കെ വരുന്ന സമയത്ത് അതിന് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി, ഓക്കെ, ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് ടേക്കിംഗ് റെസ്പോൺസിബിൾ സ്റ്റെപ്സ് ടു ഐഡൻറ്റിഫൈ ആൻഡ് മാനേജിങ് റിസ്ക്. അപ്പോൾ ഈ എന്തൊക്കെ വരുന്നുള്ളത് നമ്മൾ ഓൾറെഡി തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് വെക്കാം. പെർഫോമിംഗ് ദ സെക്യൂരിറ്റി ചെക്സ് ബിഫോർ ദ ഡിപ്ലോയ്മെൻറ്റ്. ഓക്കെ, ആ സോഫ്റ്റ്വെയർ റിലീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നെക്സ്റ്റ് ഈസ് SLA, സർവീസ് ലെവൽ എഗ്രിമെൻറ്റ് ഡിഫൈനിങ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു പ്രൊവൈഡർ അല്ലെങ്കിൽ നമ്മൾ ഒരു ഡെവലപ്പറും ഒരു കസ്റ്റമറും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. ഓക്കെ, അപ്പ് ടൈമിൽ ഞങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ കൈകളിൽ എത്തിക്കാം, കൃത്യമായിട്ട് തന്നെ റെസ്പോൺസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലേക്ക് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവും. അതിനാണ് SLA. അപ്പോൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട, ഇതിൻ്റെ വാക്കുകൾ മാത്രം പഠിക്കുക, ചെറുതായിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കുക, പിന്നെ അതിൻ്റെ എക്സ്റ്റൻഷനും കൂടി പഠിക്കുക. അപ്പോൾ SLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവീസ് ലെവൽ എഗ്രിമെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് സിസ്റ്റം ക്വാളിറ്റി ആൻഡ് ലയബിലിറ്റി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ACM, അസോസിയേഷൻ ഫോർ കമ്പ്യൂട്ടിംഗ് മെഷീനറി, ഇതിൻ്റെ ഫുള്ളായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫോക്കസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഹാമായിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു ഡാറ്റയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ കൃത്യമായിട്ട് പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ACM എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻ ഉള്ളത്. ദെൻ IEEE എന്ന് പറഞ്ഞുള്ള ഓർഗനൈസേഷൻ, ഇത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന്. ഓക്കെ, ഇത് മെയിനായിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി അല്ലെങ്കിൽ ഹോണസ്റ്റി, പ്രൈവസി ആൻഡ് അവോയ്ഡിങ് കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ആ ഒരു പ്രൊജക്റ്റിൽ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഓർഗനൈസേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. BCS എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് കമ്പ്യൂട്ടർ സൊസൈറ്റി. ഓക്കെ, പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ ബേസിൽ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സൊസൈറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. ദെൻ NASSCOM എന്ന് പറയുന്നത് നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസ് ആണ്. ഇത് ഡാറ്റ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ക്ലയൻറ്റിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എത്തിക്കലായിട്ട് IT പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് NASSCOM കൊണ്ടുവന്നിരിക്കുന്നത്. ദെൻ വേരിയസ് പർപ്പസ് ഓഫ് കോഡ്സ് ഉണ്ട്. എത്തിക്കൽ ഡിസിഷൻസിനും പിന്നെ പ്രൊഫഷണൽ ബിഹേവിയർ പ്രൊമോട്ട് ചെയ്യാനും പബ്ലിക്കിൻ്റെ ട്രസ്റ്റൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് പർപ്പസ് ഓഫ് കോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻസ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ടോപ്പിക്കുകൾ. പിന്നെ ഞാനൊരു ചെറിയ Q&A ചെയ്ത് വെച്ചിട്ടുണ്ട്. വാട്ട് ഡസ് PII സ്റ്റാൻഡ്സ് ഫോർ? ചെറിയ കാര്യങ്ങൾ പെട്ടെന്നൊരു റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പേഴ്സണൽ ഐഡൻറ്റിഫൈൽ ഇൻഫർമേഷൻ എന്നാണ് പറയുക. ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ ഇൻ ഇന്ത്യയിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ലോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ DPDD ആക്ട് 2023 നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. വിച്ച് മേജർ പ്രൈവസി റെഗുലേഷൻസ് ബിലോങ്സ് ടു EU? EUവിൻ്റെ അകത്ത് വരുന്നത്, യൂറോപ്യൻ യൂണിയനിൽ അകത്ത് വരുന്നത് എന്താണ്? GDPR ആണ് വരുന്നത്. ദെൻ വിച്ച് ട്രാക്സ് ബ്രൗസിംഗ് ബിഹേവിയർ? ബ്രൗസിംഗ് ബിഹേവിയർ കൊണ്ടുവരുന്നത് നമ്മൾ പറഞ്ഞില്ലേ, കുക്കീസാണ് നമ്മുടെ ബ്രൗസിംഗ് ഒക്കെ ട്രാക്ക് ചെയ്യാനുള്ളത്. അത് ദെൻ
വാട്ട് യൂസർ ഡിസെപ്റ്റീവ് മെസ്സേജസ് ടു സ്റ്റീൽ ക്രെഡൻഷ്യൽസ്. ഫിഷിംഗ് ആണ് നമ്മുടെ ക്രെഡൻഷ്യൽസ് ഒക്കെ എടുക്കാനുള്ള കാര്യങ്ങൾ. ദെൻ വാട്ട് സീക്രട്ട്ലി കളക്ട് ഇൻഫർമേഷൻസ്. നമ്മൾ സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് സ്പൈവെയർ ആണ്. ഹൂ കളക്ട്സ് ആൻഡ് സെൽസ് പേഴ്സണൽ ഡാറ്റ പ്രൊഫൈലിംഗ്, ഡാറ്റ ബ്രോക്കേഴ്സ് അല്ലേ. വാട്ട് ഐഡൻറ്റിഫൈസ് പീപ്പിൾ യൂസിങ് ഫേഷ്യൽ ഫീച്ചേഴ്സ്. ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ എന്ന് പറഞ്ഞ ഫീച്ചർ, ഇതൊക്കെ ഫേഷ്യൽ ആ ടേമിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. വാട്ട് പ്രൊട്ടക്ട്സ് ക്രിയേറ്റീവ് വർക്ക്. ക്രിയേറ്റീവ് വർക്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കോപ്പി റൈറ്റ്. അപ്പോൾ CC എന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്രിയേറ്റീവ് വർക്ക്, കോപ്പി റൈറ്റ്. വാട്ട് പ്രൊട്ടക്ട്സ് ഇൻവെൻഷൻ ആണെന്ന് വെച്ചാൽ നമുക്കറിയാം പാറ്റൻ്റ് ആണെന്നുള്ളത്. ആൻഡ് ബ്രാൻഡ് നെയിംസ് ആൻഡ് ലോഗോനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ട്രേഡ് മാർക്ക്. കോൺഫിഡൻഷ്യൽ ബിസിനസ് ഇൻഫർമേഷൻസ് ഉള്ളത് ട്രേഡ് സീക്രട്ട് എന്ന് പറയും. SLA സ്റ്റാൻഡ്സ് ഫോർ സർവീസ് ലെവൽ എഗ്രിമെൻ്റ് ആണ്. വാട്ട് മീൻസ് ടേക്കിംഗ് റീസണബിൾ കെയർ ടു മാനേജ് റിസ്കുകളൊക്കെ മാനേജ് ചെയ്യുന്ന ആളാണ് ഡ്യൂ ഡിലിജൻസ്. ഓക്കെ. വിച്ച് ഓർഗനൈസേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് കമ്പ്യൂട്ടർ എത്തിക്സുമായി അസോസിയേറ്റ് ചെയ്തത് ACM ആണ്. ഇനി അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് എത്തിക്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ IEEE ആണ്. ഈ ഒരു 4 ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോക്കി പോകണം കേട്ടോ. ബ്രിട്ടീഷ് കമ്പ്യൂട്ടിംഗ് പ്രൊഫഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഓർഗനൈസേഷൻ റെപ്രസെൻറ്റ് ബ്രിട്ടീഷ് കമ്പ്യൂട്ടിംഗ് BCS. ഓക്കെ, അല്ലെങ്കിൽ BCS എന്താണെന്ന് പറഞ്ഞിട്ട് ഫുൾ ഫോം നമുക്ക് ചോദിക്കാം, തിരിച്ച് നമുക്ക് ചോദിക്കാം. ദെൻ വിച്ച് ഓർഗനൈസേഷൻ റെപ്രസെൻറ്റ് ഇന്ത്യാസ് IT ഇൻഡസ്ട്രിയെ ഹെൽപ്ഫുൾ ആകുന്നത് NASSCOM ആണ്. ഓക്കെ, അപ്പോൾ ഈ ഓർഗനൈസേഷനൊക്കെ കൃത്യമായിട്ട് പഠിക്കാം.